അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാന് സ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാന് സ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം. ഏതാനും നിമിഷങ്ങൾ പരിശുദ്ധമായ ബലിയർപ്പണത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഞ്ജുവിൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഭാസ്കരും റുക്കുവും സൗഖ്യം പ്രാപിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിയാമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മണിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗ്ലോറിയാമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൗഖ്യത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഭക്തിപൂർവ്വം നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ തിരിച്ചറിയാം. അനുതാപത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഈ ബലിക്ക് യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച ലോകത്തെ അങ്ങേ പുത്രൻ്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 41 അധ്യായം. അക്കാലത്ത്
ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു. ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു. ജോസഫിൻ്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈജിപ്തിലെത്തി. ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ ധാന്യം വാങ്ങാൻ പോയി. കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു. ജോസഫായിരുന്നു ഈജിപ്തിലെ അധികാരി. അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിറ്റിരുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് അവനെ നിലംപറ്റെ താണുവണങ്ങി. ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. അവൻ അവരെയെല്ലാം 3 ദിവസം തടവിൽ പാർപ്പിച്ചു. 3-ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ. മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ട് പോകട്ടെ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും. നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയുമില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച. അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റു ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ? നിങ്ങളത് കേട്ടില്ല. അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല. കാരണം ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫുമായി സംസാരിച്ചത്. ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണ മീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവ് ജനതകളുടെ ആലോചനകൾ വ്യർത്ഥമാക്കുന്നു. അവരുടെ പദ്ധതികൾ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. പ്രഭയായി കതിരായി കൃത്തിൽ നിറയും നിർമ്മല സുവിശേഷം. ഇന്നീ ധരണിയിൽ ആശ്വാസത്തിൽ ഉണർവേകും വചനം. നിത്യത പൂകാം നിർമ്മലരാകാം തിരുവചനം കേൾക്കാം. നിത്യത പൂകാം നിർമ്മലരാകാം തിരുവചനം കേൾക്കാം. പ്രഭയായി കതിരായി കൃത്തിൽ നിറയും നിർമ്മല സുവിശേഷം.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്, സമറിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ, അവരുടെ ദൗത്യം, അവർക്ക് ലഭിച്ച വിളി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ വായിച്ചു കേട്ടത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളാണ്. ഇതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പസ്തോലന്മാരെ ദൈവം വിളിച്ചതും അപ്പസ്തോലന്മാരെ ദൈവം ഏൽപ്പിച്ചതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൽ നമുക്ക് അടിസ്ഥാനമുണ്ടാകണം. ചില കപ്പലൊക്കെ നങ്കുരമിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നത് പോലെ ദൈവത്തിൽ നമുക്ക് വേരുപാകി അടിയുറയ്ക്കാൻ പറ്റണം. മർക്കോസ് 3-ന്റെ 14-ാമത്തെ വചനം വായിച്ചാലും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: തന്നോട് കൂടെ ആയിരിക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് പ്രസംഗിക്കാൻ അയക്കപ്പെടാനെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നല്ല ഉഷാറാണ് പ്രസംഗിക്കാനും അതല്ലെങ്കിൽ ഓടി നടന്ന് ശുശ്രൂഷിക്കാനും. തന്നോട് കൂടെ ആയിരിക്കുന്ന കാര്യം അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. എത്രയോ ശുശ്രൂഷകരെ വേണ്ടത്ര പ്രാർത്ഥനയില്ലാതെ രാവും പകലും ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നത് കാണാൻ പറ്റും. അപകടകരമാണ്. ആ ഒരവസ്ഥയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപകടകരമാണ്. വേറെ ഇഷ്ടംപോലെ ആൾക്കാരെ ശുശ്രൂഷകരല്ലെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വിശ്വാസികളെ കാണാൻ സാധിക്കും, പ്രാർത്ഥിക്കണമെന്നോ ദൈവത്തോടു കൂടി ആയിരിക്കണമെന്നൊന്നുമില്ല. ദൈവസ്വരം കേൾക്കാനോ ദൈവത്തോട് സംസാരിക്കാനോ ദൈവവുമായൊരു ബന്ധം സ്ഥാപിക്കാനോ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് എന്തുമാത്രം സമയം ചെലവഴിക്കണമെങ്കിലും ഒരു കുഴപ്പമില്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നമ്മൾ വേരുപാകി അടിയുറയ്ക്കണമെന്ന്. അതിന് പ്രാർത്ഥനയല്ലാതെ ദൈവാശ്രയത്വമല്ലാതെ ദൈവവചനമല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇവയിലൂടെ ദൈവത്തിൽ നമുക്ക് ആഴപ്പെട്ട് നമുക്ക് വേരുള്ളവരായിട്ട് മാറാനായിട്ട് സാധിക്കണം. നല്ല തായ് വേരുള്ള മരവും ഇല്ലാത്ത മരവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ചില കാറ്റാടി മരമൊക്കെ കാറ്റത്ത് അതിൻ്റെ കുടുംബ കിടന്ന് ആടിയാലും അത് വീഴാറില്ല. അതിൻ്റെ കാരണം അതുപോലെ തായ് വേരുണ്ട്. മറ്റു ചില മരങ്ങൾ ചെറുതായിട്ട് ഒരു കാറ്റ് വന്നാൽ മതി, ആരെങ്കിലും പിടിച്ചൊന്ന് ഉന്തിയാൽ മതി, അത് താഴെ കിടക്കും, വേരില്ലാത്തത് കൊണ്ട്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതികൂലങ്ങൾ വരുമ്പോൾ മറിഞ്ഞു പോകുന്നവർ വേരില്ലാത്തവരാണ്. ഈ പരാതിയും പരിഭവം പറഞ്ഞ് നടക്കുന്നവർ വേരില്ലാത്തവരാണ്. എത്രയോ വിശുദ്ധർ കൂടുതൽ സഹനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. സഹനങ്ങൾ വന്നപ്പോൾ അതിൽ ആനന്ദിച്ചവരുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് അവർക്ക് സഹനങ്ങൾ ക്ലേശങ്ങൾ വന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സഹിക്കേണ്ടി വന്നപ്പോൾ അവരതിൽ അഭിമാനിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്നത്തെ എത്ര ക്രിസ്ത്യാനികളെ അതിന് കിട്ടും? സഹിക്കാൻ പറ്റിയതിൽ ഒരഭിമാനം, സഹിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ.
അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവവുമായിട്ട് നമുക്ക് വ്യക്തിബന്ധം, ദൈവത്തിൽ വേരുപാകി അടിയുറയ്ക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനാ ജീവിതം നമ്മൾ പണിതുയർത്തണം, വിശ്വാസ ജീവിതം നമ്മൾ പണിതുയർത്തണം, ദൈവവചനത്തിൽ നമുക്ക് ആഴപ്പെടാൻ സാധിക്കണം. രണ്ടാമതൊരു കാര്യം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സ്വരമായിട്ട് മാറണം. നമ്മൾ കുറേ പള്ളിപ്പോക്കും പ്രാർത്ഥനയായിട്ട് മാത്രം പോയാൽ പോരാ, നമ്മൾ ദൈവത്തിൻ്റെ സ്വരമായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ തിന്മ കണ്ടാൽ ആ തിന്മ ചൂണ്ടിക്കാണിക്കണം, നന്മ കാണുമ്പോൾ അത് നന്മയായിട്ട് നമ്മൾ അംഗീകരിക്കണം. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയാണ് ദൈവസ്വരം. പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് വോയിസ് ഓഫ് ഗാഡ്, ദൈവസ്വരം. ഈ ദൈവസ്വരമായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ സ്വരം അങ്ങ് മാറ്റി വെക്കണം. നമുക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണം. ഞാൻ പ്രസംഗിക്കുമ്പം കർത്താവിന് വേണ്ടിയാണോ എനിക്ക് വേണ്ടിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ 4ാം ക്ലാസ് പോലും പഠിക്കണമെന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകണം ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ്. വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയുടെ പ്രസംഗം കേട്ടിട്ട് ഒരാൾ മുമ്പോട്ട് വന്ന് പറഞ്ഞു, ബെസ്റ്റ് സർമൺ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും നല്ല ഒരു പ്രസംഗം. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ, കർത്താവിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒരു കാര്യവും പറയാതെ നീ പറഞ്ഞത് കർത്താവിനെക്കുറിച്ച് മാത്രം. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരമായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നമ്മുടെ സുഖങ്ങളും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അതിനെല്ലാം ഉപരിയായിട്ട് ദൈവം എന്നോട് എന്ത് പറയുന്നു അത് ഞാൻ പറയും, ദൈവം എന്നോട് എന്ത് ആവശ്യപ്പെടുന്നു അത് ഞാൻ ചെയ്യും. അങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മൂന്നാമതൊരു കാര്യം കൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് അധികാരമുള്ളവരായിട്ട് നമ്മൾ മാറണം. അധികാരമുള്ളവരായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് പഠിക്കണം. മാത്രമല്ല നമ്മുടെ ജീവിതം അതനുസരിച്ച് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റണം. ഞാൻ നല്ല തീപ്പരി പ്രസംഗം ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, ഞാൻ ക്ഷമിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന വ്യക്തികൾ ആ പ്രസംഗത്തിന് എന്നാ വില കൊടുക്കും? ഞാൻ സൂപ്പറായിട്ട് ജീവിത വിശുദ്ധിയെക്കുറിച്ച് പറയും, പക്ഷേ ഞാൻ എൻ്റെ സംസാരത്തിലോ ഫോൺ വിളിയിലോ പെരുമാറ്റത്തിലോ ഒന്നും ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ എന്നെ അറിയാവുന്നവർ അവരെന്ത് വില കൊടുക്കും ആ പ്രസംഗത്തിന്? അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വചനം വായിച്ചാൽ യേശുവിൻ്റെ പ്രസംഗം കേട്ടവർ പറഞ്ഞു, ഇവൻ അധികാരമുള്ളവനെ പോലെയാണ് പ്രസംഗിക്കുന്നത്, നമ്മുടെ നിയമജ്ഞരെയും പരിസരയും പോലെയൊന്നുമല്ല. അപ്പം അതുകൊണ്ട് നമ്മളെ അടുത്തറിയുന്ന വ്യക്തികൾക്ക് പറയാൻ സാധിക്കണം നമ്മൾ അധികാരമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്നവരാണ്. വിശ്വാസം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ നമ്മൾ കാണിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് പറയാനായിട്ട് സാധിക്കണം. നാലാമതൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമാണ്, നമ്മൾ സൗഖ്യത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് മാറണം. അപ്പസ്തോലന്മാരെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം അതാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ പോവുക, പ്രസംഗിക്കുക, നിങ്ങൾ പഠിപ്പിക്കുക, ഒപ്പം സൗഖ്യം നൽകുക, രോഗികളെ സുഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവർ, നമ്മുടെ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നവരാകാം, വേണമെങ്കിൽ നമുക്ക് മുറിപ്പെടുത്തുന്നവരാകാം. നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരിക. കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും മറ്റൊരാളെ അവർക്ക് ആശ്വാസം കൊടുത്ത് സമാധാനം കൊടുത്ത് സൗഖ്യം കൊടുത്ത് മുമ്പോട്ട് പോകണം. അതിന് എനിക്ക് കുറച്ച് നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പറ്റും. സ്വാർത്ഥമതികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ചിലരെ കാണിച്ചായിരിക്കും അവർ ഈ ഇൻകമിങ് കോൾ മാത്രമുള്ള ഫോൺ പോലെ, അവർക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ മതി, അവർക്ക് അങ്ങോട്ട് ആർക്കും ഒരു ഉപകാരവും അല്ലെങ്കിൽ ഒരു സൗഖ്യവും കൊടുക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അതല്ല, നമ്മൾ കാണുന്നുണ്ട് ഗലാത്യർ 2:20 മുതൽ വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനില്ല, യേശുക്രിസ്തു എന്നിൽ മുഴുവനായും നിലകൊള്ളുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കർത്താവിനെ എങ്ങനെയെങ്കിലും ഒതുക്കിയിരുത്തിയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കർത്താവിന് കൊടുക്കണം. അതിന് ഞാൻ ഇല്ലാതായി തീരണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടുപോയാൽ പോരാ, ജീവിക്കാനുള്ള ആ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാ കാഴ്ചയേകീടാ ഇന്നും പൂർണ്ണമായി നൽകാം കാഴ്ചയേകീടാ ഈ വേദി സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാ കാഴ്ചയേകീടാ ഇന്നും പൂർണ്ണമായി നൽകാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഈ ബലിയിൽ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുര്യൻ ബ്രദറിനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അദ്ദേഹത്തിന് സ്വന്തമായൊരു ഭവനമുണ്ടാകുവാൻ അതിന് കല്ലിടുന്ന ദിവസം കൂടിയാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായി തീരുവാൻ പ്രത്യേകം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിതത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങയെ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസരം നിരന്തരം അങ്ങയെ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈശ്വരകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ്
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും അർപ്പിക്കുവാനിരിക്കുന്ന അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ആകുന്നു. പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. നമ്മുടെ ഭവനങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ പ്രത്യേകം ഓർക്കാം. കൊറോണ വൈറസ് രോഗം ബാധിച്ച് നിര്യാതരായ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് അനുഷച്ചൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ അങ്ങ് ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടെ ഒന്നായിത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെയും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം.
പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണം നടത്തുന്ന സമയം കൂടിയാണ്. പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുക. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, മിത്രമായെൻ്റെ പുത്താരിൽ വന്നു വാഴുവാൻ കൃപയാകണേ, വാഴുവാൻ കൃപയാകണേ. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ. പ്രശോഭ തൂകുന്ന നാളമെന്നിൽ തെളിക്കണേ, നിന്റെ സ്നേഹപ്രശോഭ തൂകുന്ന നാളമെന്നിൽ തെളിക്കണേ. നിന്റെ ഗീതങ്ങൾ കേട്ടിടും മണി വീണയായെന്നെ മാറ്റണേ.
പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മുട്ടുകുത്താവുന്നൊരു മുട്ടുകുത്തുക. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. യേശുനാഥ അങ്ങേക്കാരാധന, ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടാവുന്ന ഒരു സമയമാണ് ആരാധനയുടെ സമയം. പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടാവുന്നത് പോലെ മറ്റൊരു കാര്യത്തിലൂടെയും നമുക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചെന്ന് വരില്ല. അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പക്കലാണ് നമ്മൾ, ദൈവത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്, ദൈവത്തെയാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിലൂടെ വരും. ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. അനുഭവത്തിൽ, അബോധ്യത്തിൽ ദൈവത്തെ നമ്മൾ സ്തുതിച്ചാരാധിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. ബന്ധനങ്ങൾ തകരും, രോഗങ്ങൾ സുഖപ്പെടും, നമ്മുടെ ആകുല ചിന്തകൾ അകലും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ട സൗഖ്യവും ശക്തിയും പുതിയ അഭിഷേകവും നമുക്ക് ലഭിക്കും. അബോധ്യത്തോടെ നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവാണ് സ്വന്തം, കർത്താവിന് ഞാനും സ്വന്തം. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, കർത്താവാണ് അഭയശില. കർത്താവാണ് സ്വന്തം, കർത്താവാണ് സ്വന്തം,
ആരുമില്ല, സർവവും നഷ്ടമായാലും ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. ദ്രോഹം ചെയ്താലും കർത്താവിൽ ഞാൻ ആനന്ദിക്കും, സ്വർഗം ലക്ഷ്യമാക്കിയിടും, രക്ഷാനാമം പാടിടാം. കർത്താവിൽ ഞാൻ ആനന്ദിക്കും, സ്വർഗം ലക്ഷ്യമാക്കിയിടും, രക്ഷാനാമം പാടിടാം. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. കർത്താവാണ് സ്വന്തം, കർത്താവാണ് സ്വന്തം, കർത്താവിന് ഞാനും സ്വന്തം. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, കർത്താവാണ് അഭയശില. കർത്താവാണ് സ്വന്തം, കർത്താവാണ് സ്വന്തം, കർത്താവിന് ഞാനും സ്വന്തം. വളരുകില്ല, ഞാൻ വളരുകില്ല, സർവവും നഷ്ടമായാലും ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. 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 ഹല്ലേലൂയ 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 സഹോദരമായി ദൈവത്തെ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ കാണണമേ, അവർക്ക് ആശ്വാസം നൽകണമേ, അവർക്ക് സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. ആ സ്വരം കേട്ട് അതനുസരിക്കുന്നവർ അനുഗ്രഹീതരാണ്. അവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരുന്നില്ല. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മുട്ടുകുത്താവുന്നവരും മുട്ടുകുത്തുക. നമ്മുടെ ആവശ്യങ്ങളും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ഈശോയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ലോകം മുഴുവനെയും നാം ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മനീരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ. നന്മനീരും അമ്മ, വിണ്ണിൻ രാജകന്യ, സർവവന്യ, മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തന്റെ അമ്മയായ മേരി, മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും